അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കക്കാടംപൊയിൽ ഭാഗത്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ മാസം, അതായത് ജനുവരി ലാസ്റ്റിൽ, ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ കക്കാടംപൊയിലെ ഒരു റിസോർട്ടിൽ പോയിരുന്നു. അന്ന് ഞങ്ങൾ ഒരാൾക്ക് റിസോർട്ടിനായിട്ട് ചിലവായത് വെറും 600 രൂപയാണ്. അപ്പോൾ ആ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. കൂടാതെ അന്നത്തെ ഞങ്ങളെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് വിഷ്വലി ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി ഈ വീഡിയോൻ്റെ പിന്നിലുണ്ട്. നമുക്കെന്തായാലും ആ ഒരു റിസോർട്ട് പോയി ഒന്ന് കാണാം. ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങിനും അഭിപ്രായങ്ങൾക്ക് ശേഷം അവസാനം ഞങ്ങൾ എത്തിയത് കക്കാടംപൊയിലിലെ കാസ്കേഡ് എന്ന റിസോർട്ടിലാണ്. രണ്ട് ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റൗട്ട്, പിന്നെ പുറത്ത് ഈ കാണുന്ന ഒരു കുടില്. സത്യത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കുടിലായിരുന്നു. നൈറ്റിൽ ഇവിടെ വന്നിരിക്കാൻ തന്നെ ഒടുക്കത്തെ ഒരു വൈബാണ്. റിസോർട്ടിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. അതിൽ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. ബട്ട് അവിടെ ഗ്യാസ് അടുപ്പുണ്ട്, ഫ്രിഡ്ജുണ്ട്, ഗ്രില്ലൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, പിന്നെ എക്സ്ട്രാ ബെഡും ഉണ്ട്. സോ അതുകൊണ്ട് ഒരു 10-12 പേര് ഉണ്ടെങ്കിൽ കൂളായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൂടെ 10 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് 600 രൂപയെ ചിലവ് വരുള്ളൂ. അതുപോലെ ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ റിസോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ കുരിശുമല വരുന്നത്. ഈ റിസോർട്ടിൽ നിന്നും ഒരു ഏകദേശം 1-2 കിലോമീറ്റർ നടന്നാൽ മതി. കുരിശുമല എന്നുള്ളത് കക്കാടംപൊയിലിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. പിന്നെ ഞങ്ങൾക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇവിടെ ഞങ്ങൾ പോയ അന്ന് സ്വിമ്മിംഗ് പൂൾ ഇല്ലായിരുന്നു. പക്ഷേ അന്ന് അവിടെ പൂളിൻ്റെയും വേറൊരു റൂമിൻ്റെയും ഒക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജൂണൊക്കെ ആകുമ്പോഴേക്കും അവിടെ അതൊക്കെ സെറ്റായി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നായാടംപൊയിലാണ്, അതായത് കുരിശുമലൊക്കെ പോകുന്ന റൂട്ട്. കക്കാടംപൊയിലിലെ ഫേമസ് ആയിട്ടുള്ള പല റിസോർട്ടുകളും ഈ ഒരു റൂട്ടിലാണുള്ളത്. ലൊക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് പല സമയങ്ങളിലായിട്ടാണ് റിസോർട്ടിൽ എത്തിയത്. ഞങ്ങൾ പോയ സമയത്ത് നൈറ്റിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ നല്ലൊരു മൂഡായിരുന്നു അന്ന്. ഇവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഇവരോട് തന്നെ ഇവരോടാണ് ഫുഡൊക്കെ പറഞ്ഞത്. അപ്പം പുറത്തുനിന്നൊരു മന്തിയൊക്കെ കൊടുന്ന് അതൊക്കെ കഴിച്ച് നല്ലൊരു വൈബായിരുന്നു. നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി, യൂനോ കളിച്ച്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എയറിൽ കയറ്റി നല്ല അടിപൊളിയായിരുന്നു. സത്യത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ 2 പേർക്ക് അന്ന് വരാൻ പറ്റില്ലായിരുന്നു. അവരും കൂടി അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. What did happen to the last 10? I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. ഇനി രാവിലെ നമ്മൾ ഇവിടെ അടുത്തുള്ള ആ കുരിശുമല കാണാൻ വേണ്ടി പോയിരുന്നു. ഈ ഒരു യാത്ര നടക്കാനുള്ള പ്രധാന കാരണം മഹ്മൂദാണ്. ഇവനില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു യാത്ര നടക്കില്ലായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഊരിപ്പോരുന്നവരുടെ ഉസ്താദായിരുന്നു ഇവൻ.
അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കണ്ടക്ട് ചെയ്യുന്നത്.